ഒന്ന്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഉത്തരം അരവിന്ദ് പനഗരിയ. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? അരവിന്ദ് പനഗരിയ. ധനകാര്യ കമ്മീഷൻ രൂപപ്പെട്ടതെന്നാണ്? 1951 നവംബർ 22-ന്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? അരവിന്ദ് പനഗരിയ. ധനകാര്യ കമ്മീഷൻ രൂപപ്പെട്ടത് എന്നാണ്? 1951 നവംബർ 22-ന്. 2. പി. വത്സല്യയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? പി. വത്സല്യയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? ഉത്തരം നെല്ല്. പി. വത്സല്യയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? ഉത്തരം നെല്ല്. 1972-ലാണ് ഇത് പ്രസിദ്ധീകൃതമായത്. ഇതിന് കുങ്കുമം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പി. വത്സല്യയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ലാണ്. നെല്ല് നോവൽ പ്രസിദ്ധീകൃതമായതെന്നാണ്? 1972-ലാണ്. ഇതിന് ലഭിച്ച പുരസ്കാരം കുങ്കുമം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 3. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം പുനലൂർ സോമരാജൻ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം പുനലൂർ സോമരാജൻ. 4. 2024-ലെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ആരാണ്? 2024-ലെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ആരാണ്? 2024-ലെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. 33-ാം തവണയാണ് പശ്ചിമ ബംഗാളിന് ലഭിക്കുന്നത്. അതെ, സന്തോഷ് ട്രോഫി ടൂർണമെന്റ് ആരംഭിച്ചത് 1941-42 വർഷത്തിലാണ്. അന്നത്തെ വിജയി ആരാന്ന് ചോദിച്ചാൽ അന്നത്തെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ആരായിരുന്നു? അതും പശ്ചിമ ബംഗാൾ തന്നെയായിരുന്നു. ഡൽഹിയെ 5-1 പരാജയപ്പെടുത്തിയാണ് അന്ന് അവർ വിജയം നേടിയത്. 2024-ലെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. ഫൈനലിൽ അവർ കേരളത്തെ ഏകപക്ഷീയമായി 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ആര്? വെസ്റ്റ് ബംഗാൾ കിരീടം നേടിയത്. അപ്പോൾ ഇത് പശ്ചിമ ബംഗാളിന്റെ 33-ാമത്തെ സന്തോഷ് ട്രോഫി കിരീടമാണ്. 2024 ഡിസംബർ 31-ന് ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. ഏത് സ്റ്റേഡിയം ചോദിച്ചാൽ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ വെച്ചാണ്. എവിടെയാണ്? ഹൈദരാബാദിൽ. എന്ന ഡേറ്റിന് ചോദിച്ചാൽ 2024 ഡിസംബർ 31-ന്. 5. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഏത്? ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ഏത്? ഉത്തരം ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. 6. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. 7. 2023-ലെ ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരാണ്? 2023-ലെ ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരാണ്? ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 2023-ലെ ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരാണ്? ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 8. ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ ആരാണ്? ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ ആരാണ്? ഉത്തരം പ്രദീപ് കുമാർ പ്രജാപതി. ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ ആരാണ്? പ്രദീപ് കുമാർ പ്രജാപതിയാണ് ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ.
9. 49ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ്? 49ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം ഇ. സന്തോഷ് കുമാർ. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. 49ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ഇ. സന്തോഷ് കുമാർ ആണ്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. 10. ലോകത്തിലെ 10ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ലോകത്തിലെ 10ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം പ്രിയങ്ക മോഹിതെ. മഹാരാഷ്ട്രയിലുള്ള പ്രിയങ്ക മോഹിതയാണ് ലോകത്തിലെ 10ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി. 2021 ഏപ്രിൽ 16 മഹാരാഷ്ട്രയിലെ സതാറ സ്വദേശിയായ പ്രിയങ്ക മോഹിതെ ഈ നേട്ടം കൈവരിച്ചത്. ലോകത്തിലെ 10ാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ അന്നപൂർണയാണ്. ലോകത്തിലെ 10ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് ചോദിച്ചാൽ പ്രിയങ്ക മോഹിതയാണ്. അവരുടെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. 2021 ഏപ്രിൽ 16 അവർ ഈ നേട്ടം കൈവരിച്ചത്.